നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വയനാടിന് കൈത്താങ്ങാകാൻ സുമനസ്സുകളുടെ കാരുണ്യത്തുട്ടുകൾ തേടി തിരൂരിൽ സ്വകാര്യ ബസ്സുകൾ ഓടിത്തുടങ്ങി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 50-ലേറെ ബസ്സുകളാണ് കാരുണ്യ സർവീസ് നടത്തുന്നത്. യാത്രയുടെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ജോയിന്റ് RTO സാജു എ ബക്കറും ഫ്ളാഗ് ഓഫ് തിരൂർ CI കെ ജിനേഷും നിർവഹിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി P ഷറഫുദ്ദീൻ, ട്രഷറർ അരവിന്ദൻ വഴുതക്കാട്, ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളായ ജാഫർ ഉണ്ണിയാൽ, റാഫി അന്നാര, ഷൗക്കത്ത്, താലൂക്ക് വൈസ് പ്രസിഡന്റ് നാസർ കൂടാത്ത് എന്നിവർ സംസാരിച്ചു. താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മർജാൻ കുഞ്ഞിമോൻ, നേതാക്കളായ കോയ മീക്കാത്ത്, ഷഹബാൻ കുഞ്ഞുട്ടി, ഷറഫുദ്ദീൻ നിലാവ് എന്നിവർ നേതൃത്വം നൽകി. ബസ്സുകളിൽ കണ്ടക്ടർമാർ യാത്രക്കാരുടെ മുന്നിലെത്തുന്നത് ബക്കറ്റുമായാണ്. ടിക്കറ്റ് തുകയ്ക്കൊപ്പം കാരുണ്യത്തുട്ടുകൾ നൽകി യാത്രക്കാർ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത്. ബക്കറ്റിൽ ലഭിക്കുന്ന തുക വയനാടിന് കൈത്താങ്ങാകാൻ മാറ്റിവെക്കാനാണ് താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനം. 50-ലേറെ ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കാളിയായിട്ടുള്ളത്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സംസ്ഥാന ലെവലിൽ തന്നെ ഒരു ദിവസത്തെ കാരുണ്യയാത്ര നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായി കേരളത്തിലെ ഇന്നോളം കാണാത്ത ഒരു ദുരന്തത്തിനാണ് നമുക്ക് സാക്ഷിയാവേണ്ടി വന്നത്. എല്ലാം ഒറ്റക്കെട്ടായി ഏതൊരു പ്രതിസന്ധിയെയും നേരിടും എന്നുള്ളതിനൊരു തെളിവാണ്. ഇതിൽ തന്നെ 50ഓളം വാഹനങ്ങൾ കുറ്റിപ്പുറം നമ്മുടെ യൂണിറ്റില് 30ഓളം വാഹനങ്ങൾ മഞ്ചേരിയിൽ നിന്ന് വേറെ വരുന്നുണ്ട്. ഇപ്പൊ മൊത്തം വാഹനങ്ങളിൽ ഒരു പരിധി 80% വാഹനങ്ങൾ ഇന്ന് കാരുണ്യയാത്ര നടത്തുകയാണ്. കുറെ വാഹനങ്ങൾ നടത്തി കഴിഞ്ഞു, ഇനി കുറച്ച് വാഹനങ്ങൾ കൂടി നടത്താനുണ്ട്. അപ്പൊ ഇതിലൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ബസ് ഉടമകൾക്ക്, ബസ് തൊഴിലാളികൾക്കൊക്കെ. പല ബസ് ഉടമകളും ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. തൊഴിലാളികൾ തന്നെ നമ്മളിപ്പോഴും അവരോടൊക്കെ ആ കടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ദിവസം വേതനം കിട്ടിയാൽ തൊഴിലെടുക്കുന്ന ആളുകളാണ്. അപ്പൊ അവരും ബസ് ഉടമകളും പ്രതിസന്ധി ആണെങ്കിലും നമ്മുടെ കൂടെ പുറപ്പുകൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. ഈ നമ്മുടെ കേരളത്തിലെ ദുരന്തങ്ങളെ മാർക്കറ്റ് ചെയ്ത് അതിജീവനം നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിലെ ബസ് ഓണേഴ്സിന്റെ ഈ സംഘടന ഇതിനായിട്ട് മുൻകൈ എടുക്കുകയും നേരിട്ട് ഏതാനും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്ത അവരുടെ നടപടി തികച്ചും ശ്ലാഘനീയമാണ്. നമ്മളെ ഈ മലപ്പുറം, കോഴിക്കോട് സമീപ ജില്ലകളിൽ നിന്നാണ് വയനാട്ടിലേക്ക് ആൾക്കാർ അതിജീവനത്തിന്, അതായത് തോട്ടം തൊഴിലിന് വേണ്ടി കുടിയേറിയിട്ടുള്ളത്. അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. വളരെ ദുരന്തമേറിയ ജീവിതമാണ്. കാര്യം ഈ മലനിരകളിൽ ചെറിയ വീട് തട്ടിക്കൂട്ടി രാവിലെ എസ്റ്റേറ്റിൽ പണിക്ക് പോയി കിട്ടുന്നതുകൊണ്ട് അന്നം കഴിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി അവിടെ ജീവിച്ചു വരുന്നുണ്ട്. അതീവ ദാരിദ്ര്യങ്ങളിൽ ഒത്തിരി ആൾക്കാർ അവിടെ ജീവിച്ചു വരുന്നുണ്ട്. അവർക്കാണ് ഈ വ്യാപകമായിട്ട് ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഫണ്ട് ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഇന്ന് ഈ ദിവസം ഇപ്പൊ 9 ജില്ലകളിലായിട്ട് ചെയ്യുന്നത്, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ശുഭപ്രതീക്ഷകളാണ്. ആ ശുഭപ്രതീക്ഷകളാണ് ഇന്ന് നമുക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വക ഇന്ന് നടത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ഈ നല്ലൊരു മഹനീയമായിട്ടുള്ള ചടങ്ങിന് നേരുന്നു. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബസ് സ്റ്റാൻഡിനകത്ത് കവളപ്പാറയിലേക്ക് ഒരു സഹായഹസ്തവുമായി പുറപ്പെടുമ്പോൾ ഞങ്ങളെന്ന് ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന നടത്തിയിരുന്നു. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത്. പക്ഷെ ദൗർഭാഗ്യവശാൽ വീണ്ടും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വയനാട്ടിലുണ്ടാകുന്ന ഈ ദുരന്തം ഏവരെയും കണ്ണീരിലാക്കിയ സംഭവമാണ്. താലൂക്ക് ബസ് ഉടമ സംഘടന നടത്തുന്ന ഈ പരിപാടിക്ക് STU തൊഴിലാളി സംഘടനയുടെ എല്ലാവിധ ഭാവുകങ്ങളും വിദ്യാശംസകളും നേരുന്നതോടൊപ്പം ഇത് നാഥൻ നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ബസ് തൊഴിലാളി യൂണിയൻ, ബസ് ഉടമ സംഘടന. പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർ ധനസംഭാരണം ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ സുഹൃത്തുക്കളും, വിദ്യാർത്ഥികളും, നാട്ടുകാരും ഇതിനൊരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹകരിക്കണം. ഒരു വയനാട്ടിലൊരു കൈത്താങ് എന്ന് പറയുന്നത് നമ്മുടെ
മലപ്പുറം മുതൽ കോഴിക്കോടും കാസർഗോഡും മലപ്പുറം എല്ലാ സ്ഥലത്തും ഏകമായി നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ വയനാട്ടിലെ 25 പേരുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. എല്ലാവർക്കും ഈ അസോസിയേഷന്റെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.